ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നെഞ്ചുവേദന, ശ്വാസതടസ്സം, കൈകളിലേക്കോ കഴുത്തിലേക്കോ താടിയിലേക്കോ പടരുന്ന വേദന തുടങ്ങിയ ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുമ്പോൾ ഉടൻ തന്നെ അടിയന്തര സേവനങ്ങളെ വിളിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. ബോധം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആശുപത്രിയിലേക്ക് വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. അടിയന്തര സേവനങ്ങളുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ മുൻവാതിൽ അൺലോക്ക് ചെയ്യുക. ലൈനിൽ തുടരുക. ലഭ്യമെങ്കിൽ ആസ്പിരിൻ ടാബ്ലറ്റ് എടുത്ത് സുഖകരമായ സ്ഥാനത്ത് വിശ്രമിക്കുക. നിങ്ങളുടെ കൈവശം ആസ്പിരിൻ ഉണ്ടെങ്കിൽ സഹായത്തിനായി കാത്തിരിക്കുമ്പോൾ സാധാരണ 325 mg ആസ്പിരിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ 281 mg ബേബി ആസ്പിരിൻ ചവയ്ക്കുക. ചവയ്ക്കുന്നത് വിഴുകുന്നതിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. കാരണം അത് നിങ്ങളുടെ രക്തപ്രവാഹത്തിൽ വേഗത്തിൽ പ്രവേശിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ആസ്പിരിൻ സഹായിക്കും. ഇത് നിങ്ങളുടെ ഹൃദയത്തിന് മികച്ച അവസരം നൽകുന്നു. ആസ്പിരിൻ കഴിച്ചതിന് ശേഷം ഒരു ചുമരിലോ കസേരയിലോ അല്ലെങ്കിൽ ചാരി തറയിലോ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾ ഉയർത്തി കിടക്കുക. ഈ സ്ഥാനം നിങ്ങളുടെ ഹൃദയത്തിലെ ആയാസം കുറയ്ക്കുകയും രക്തപ്രവാഹത്തെ സഹായിക്കുകയും ചെയ്യുന്നു. സഹായത്തിനായി കാത്തിരിക്കുമ്പോൾ ശാന്തത പാലിക്കുക. സാവധാനം ശ്വസിക്കുക. ശ്വസനം എളുപ്പമാക്കുന്നതിന് നിങ്ങളുടെ കഴുത്തിലോ നെഞ്ചിലോ ഉള്ള ഇറുകിയ വസ്ത്രങ്ങൾ അഴിക്കുക. സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കുക. കഴിയുന്നത്ര ശാന്തത പാലിക്കാൻ ശ്രമിക്കുക. കാരണം പരിഭ്രാന്തി നിങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ കഠിനമാക്കും. ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് തലകറക്കമോ ബലഹീനതയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ രക്തം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ സഹായിക്കുന്നതിന് നിങ്ങളുടെ കാലുകൾ ഉയർത്തിപ്പിടിച്ച് മലർന്നു കിടക്കുക. സ്വയം ചുമയ്ക്കുക അല്ലെങ്കിൽ മറ്റു തെളിയിക്കപ്പെടാത്ത ടിപ്പുകൾ ശ്രമിക്കരുത്. കാരണം ഇവ അപകടകരവും നിങ്ങളുടെ അവസ്ഥ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. വിശ്രമിക്കുകയും പ്രൊഫഷണൽ മെഡിക്കൽ സഹായം വരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുക. ഓർക്കുക, നിങ്ങൾക്ക് ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണം തോന്നിയാൽ സംശയത്തോടെ ഇരിക്കരുത്. ഉടൻ വൈദ്യസഹായത്തിന് ശ്രമിക്കണം. ഈ അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. Stay healthy. Follow for more.